ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ കൂട്ടുകാരി ഡോളിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങളിന്ന് കൂട്ടുകാരെല്ലാം കൂടെ ഒന്ന് വെറുതെ കൂടുകയാണ്. വെറുതെ ഒരു വൈകുന്നേര സമയത്ത് കാപ്പിയൊക്കെ കുടിച്ചിരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ നല്ല വെതറായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്ക് യാർഡിൽ പോയി കുറച്ച് സമയം ഇരുന്നു, കാപ്പിയൊക്കെ കുടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കടികൾ, നമ്മുടെ ചിപ്സ് അതുപോലത്തെ കാര്യങ്ങളും പിന്നെ ഒരു ചെറിയ സാൻഡ്വിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. കാരണം നമ്മൾ ജോലിയുടെ തിരക്കും എല്ലാം ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ പോവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ കൂടുമ്പോഴത്തേൻ്റെ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോളി പറഞ്ഞത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക വരട്ടിയതുണ്ടല്ലോ, ചക്കപ്പഴം അതിരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി കുമ്പിളുണ്ടാക്കാവുമെന്ന്. അപ്പോൾ ഈ കുമ്പിളിന് ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ചില നമ്മൾ ചക്ക വരട്ടിയതിനകത്തേക്ക് കുറച്ച് ജീരകവും പിന്നെ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, കൂടെ കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, കുറച്ച് തരി ഉണ്ടെങ്കിലാണ് ഇതിന് നല്ലത്, അതുകൊണ്ട് കുറച്ച് പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് റവ ചേർത്താലും മതി. പിന്നെ പാകത്തിന് മധുരം, കുറച്ച് ശർക്കര പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ച് അതിന് ശേഷമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇടനയിലയുണ്ടല്ലോ, അതിനകത്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിലാണ്. വാഴയിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് ഇങ്ങനെ ഒരു കുമ്പിളിൻ്റെ ഷേപ്പിൽ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കി ഇങ്ങനെ അതിനകത്തേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക രസമാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പം നല്ല രസമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അത് വേകുന്ന സമയത്ത് ചീനിക്കിഴങ്ങുണ്ടല്ലോ, മധുരക്കിഴങ്ങ്, അത് പുഴുങ്ങിയതും പിന്നെ മുളക് പൊട്ടിച്ചതുണ്ട് അതുകൊണ്ട്, പിന്നെ ഡോളി ഇവിടെ ഉണക്കക്കപ്പയും വേവിച്ചതും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ കുറച്ചൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ, എല്ലാം കൂടെ ഒത്തിരി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി തിരക്കും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ കുമ്പിളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ ഇരുന്നു, കുറേ സമയം ചിലവഴിച്ചു. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരി ജിനിയുടെ ബർത്ത്ഡേ ഈ മാസമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ച് അതുകൂടെ അങ്ങ് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു മൂവിയും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മൂവിയും കണ്ട് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ പിരിഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ.